വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദാവീദ് തന്റെ ശത്രുക്കളിൽ നിന്ന് ദൈവം രക്ഷിച്ച അനുഭവത്തെ 18-ാം സങ്കീർത്തനത്തിൽ സ്തുതിക്കുന്നു. ദൈവം ശക്തിയും കല്ലും കോട്ടയും രക്ഷയുമാകുന്നു. തന്റെ നീതിക്കനുസരിച്ച് ദൈവം പ്രതിഫലം നൽകുന്നു എന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടെ നിന്ന് വിശാല സ്ഥലത്തേക്ക് നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. സങ്കീർത്തനം 18-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുന്നു. ദൈവത്തിൻ്റെ വാക്ക് ശുദ്ധവും ജീവൻ നൽകുന്നതുമാണ്. ദാവീദ് തൻ്റെ വാക്കുകളും ഹൃദയവും ദൈവത്തിന് പ്രസാദകരമാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ് 19-ാം സങ്കീർത്തനം. എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ, എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. സങ്കീർത്തനം 19-ാം അധ്യായം 14-ാം തിരുവചനം. 20-ാം സങ്കീർത്തനത്തിൽ രാജാവിൻ്റെ വിജയത്തിനായി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കും, സഹായം അയക്കും. വിശ്വാസം രഥത്തിലും കുതിരയിലുമല്ല, യഹോവയിലാണ് എന്ന് ദാവീദിന് ഉറപ്പുണ്ട്. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. സങ്കീർത്തനം 20-ാം അധ്യായം 7-ാം തിരുവചനം. രാജാവിന് ദൈവം നൽകിയ വിജയത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് 21-ാം സങ്കീർത്തനം. ദൈവം രാജാവിനെ ശക്തിയോടെ അനുഗ്രഹിക്കുകയും അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ശത്രുക്കളെ കീഴടക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയും ശക്തിയും രാജാവിൻ്റെ വിജയത്തിന് അടിസ്ഥാനമെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. രാജാവ് കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു. അത്യുന്നതൻ്റെ കാരുണ്യ നിമിത്തം അവൻ നിർഭയനായിരിക്കും. അങ്ങയുടെ കൈ സകല ശത്രുക്കളെയും തിരഞ്ഞുപിടിക്കും. അങ്ങയുടെ വലതുകരം അങ്ങയെ വെറുക്കുന്നവരെ പിടികൂടും. സങ്കീർത്തനം 21-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.